നമസ്കാരം പ്രശാന്തി. നമസ്കാരം മാഷേ. ഈ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വാർത്തകളിലാണ് ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾ നിറയെ. അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന തലത്തിലും സുപ്രധാനമായ തെരഞ്ഞെടുപ്പുകളായിരുന്നു. വ്യത്യസ്തമായ എന്നാൽ അത്ഭുതകരമായ റിസൾട്ടുകളും പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഈ ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ BJP ആണ് ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങിയത് എന്ന് ഞാൻ പറയുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്. BJP സാധാരണഗതിയിൽ പൊതു തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ അപൂർവ മണ്ഡലങ്ങളിലെ പ്രതീക്ഷ ഉണർത്താറുള്ളൂ. അത് ആ പ്രതീക്ഷ വല്ലാതെ തെറ്റിക്കാറുമില്ല. രണ്ടാം സ്ഥാനത്തെത്തുകയും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയും അവരുടെ വോട്ട് ഷെയർ കൂട്ടുകയും ഒക്കെ ചെയ്യുന്നതിൽ പ്രതീക്ഷ തെറ്റിക്കാറില്ല. പക്ഷേ ഒരു വിജയസാധ്യത പ്രവചിക്കപ്പെട്ട പാലക്കാട് തെരഞ്ഞെടുപ്പ് ദയനീയമായി കൂപ്പുകുത്തിയ ഒരു സാഹചര്യത്തിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തം പറയേണ്ടത് BJP, കോൺഗ്രസ്സിലാണെങ്കിൽ കൂട്ടു നേതൃത്വം ഒരുപാട് പേരിലേക്ക് അത് മാറ്റി മാറ്റി ഷെയർ ചെയ്ത് പോകും. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്തം കൃത്യമായി ഒരാളിലേക്ക് ചൂണ്ടും. അത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ സുരേന്ദ്രനെ ഇനി കാത്തിരിക്കുന്ന ഭാവി എന്തുമാത്രം ശോഭനമായിരിക്കും? സുരേന്ദ്രൻ്റെ ഭാവി പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിച്ചാൽ അതിനകത്ത് ആശാവഹമായി എന്തെങ്കിലും കാണാനില്ല. നേരെ മറിച്ച് സുരേന്ദ്രന് വലിയ തോതിൽ തിരിച്ചടിയാകുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സുരേന്ദ്രൻ V. മുരളീധരൻ BJP സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നിന്ന ഏറ്റവും പ്രബലനായ ഒരു നേതാവാണ് സുരേന്ദ്രൻ. അണികളിൽ വലിയ സ്വാധീനമുള്ള, അക്കാലത്ത് യുവമോർച്ചയിലൂടെ കടന്നു വന്ന്, പഴയ AVP ആണ്, പിന്നീട് യുവമോർച്ചയിൽ വന്ന് യുവമോർച്ചയിൽ നിന്ന് BJPയിൽ വന്ന ചെറുപ്പക്കാരുടെ ഹരമായ ഈ എതിർ രാഷ്ട്രീയ പാർട്ടികളിൽ പോലും സുരേന്ദ്രന് വലിയ ആരാധകരുണ്ടായിരുന്നു. കോടിയേരി ബാലകൃഷ്ണനെയും പിണറായി വിജയനെയും ഒക്കെ വിമർശിക്കുന്നതിൽ, അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ, അവർക്കെതിരെ രാഷ്ട്രീയമായ ആക്ഷേപങ്ങൾ ചൊരിയുന്നതിലൊക്കെ വലിയ മിടുക്കനായിരുന്നു സുരേന്ദ്രന് അണികളിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു. അത് V. മുരളീധരൻ വളരെയധികം പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ആ മുരളീധരനും ഇദ്ദേഹത്തെ കൈവിട്ടിരിക്കുകയാണ്. കൈവെടിഞ്ഞു, ഒറ്റ വാക്കിൽ പറയാം. മുരളി ഗ്രൂപ്പിൽ ഇനി സുരേന്ദ്രനില്ല. കുറച്ച് നാളായിട്ട് അവർ തമ്മിൽ തെറ്റല്ലാണ്. അവർ അത്ര രസത്തിലാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പേ അങ്ങനെയാണ്. കാരണം അതിൻ്റെ ഒരു തെളിവായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ശ്രീജിത്ത് പണിക്കരും നമ്മുടെ സുരേന്ദ്രനും തമ്മിൽ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായത് അറിയാമല്ലോ. അപ്പോൾ ആ ഇഷ്യൂവിൽ സുരേന്ദ്രനും ശ്രീജിത്ത് പണിക്കരും കൊണ്ടും കൊടുത്തും മുന്നേറിയപ്പോൾ സുരേന്ദ്രന് കാലിടറി. പണിക്കർ ബേസിക്കലി ഡിബേറ്റർ ആയതുകൊണ്ട്, ഒരു താർക്കികനായതുകൊണ്ട് പണിക്കരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സുരേന്ദ്രന് പറ്റിയില്ല. അതൊരു വാസ്തവമാണ്. സുരേന്ദ്രൻ അവിടെ ഒരു ആവശ്യവുമില്ലാതെ ഇടപെട്ട് വടി കൊടുത്ത് അടി വാങ്ങുന്നത് പോലെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ആ സംഭവത്തെ വിശേഷിപ്പിച്ചത്. അതെ, ഒരു കാര്യമില്ലായിരുന്നു. മാത്രമല്ല നിലവാരം കുറഞ്ഞ രീതിയിൽ. അതെ, വളരെ മോശമായിട്ട് പോയി. ശ്രീജിത്ത് പണിക്കർക്ക് ആ കാര്യത്തിൽ നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷേ സുരേന്ദ്രന് നഷ്ടപ്പെടാൻ ഏറെ ഉണ്ട് താനും. BJPയുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പോൾ ആ പക്വത അദ്ദേഹം അവിടെ കാണിച്ചില്ല. അതിൻ്റെ ഫലവും വളരെ മോശമായിരുന്നു. ഇരിക്കട്ടെ, പക്ഷേ അന്ന് ആ വിവാദം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് V. മുരളീധരൻ തിരുവനന്തപുരത്ത് IT മേഖലയിൽ IT പ്രവർത്തകരുടെ ഒരു ചെറിയൊരു പരിപാടി സംഘടിപ്പിച്ചു. അത് ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചത് ശ്രീജിത്ത് പണിക്കരെയാണ്. അപ്പോൾ അത് കൊടുക്കുന്ന സന്ദേശമല്ല, സുരേന്ദ്രൻ്റെ ചെകിട്ടത്തെ അടി കൊടുക്കുന്ന മാതിരിയാണ് V. മുരളീധരൻ അന്ന് അത് അവിടെ ശ്രീജിത്ത് പണിക്കരെ വിളിച്ചു വരുത്തിയതിലൂടെ നടപ്പാക്കിയത്, അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തത് അതായിരുന്നു. മുഖത്തടിക്കുന്നത് മാതിരിയാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റില്ല. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് V. മുരളീധരനും സുരേന്ദ്രനും രണ്ട് വഴിക്കാണ്. അവർ തമ്മിൽ സ്വരച്ചേർച്ചയില്ല എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. എങ്കിലും പ്രഖ്യാപിത മുരളി ഗ്രൂപ്പിൽ തന്നെയായിരുന്നു സുരേന്ദ്രനും. അതങ്ങനെ പോകുന്നതിനിടയ്ക്കാണ് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. ഇപ്പോൾ V. മുരളീധരൻ പറയുന്നത്, എനിക്കതിനകത്തൊരു റോളുമില്ല, ഞാൻ അവിടെ ആകെ 2 തവണയേ പോയിട്ടുള്ളൂ, എന്നെ വിളിച്ചു, ഞാൻ പോയി, പരിപാടികളിൽ പങ്കെടുത്തു. പക്ഷേ അവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതും പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തതും അത് ആവിഷ്കരിച്ചതും ഒക്കെ A to Z സുരേന്ദ്രനാണ്.
അതുകൊണ്ട് ഇതിൻ്റെ പാപഭാരവും സുരേന്ദ്രൻ തന്നെ ചുമക്കണം, എനിക്കതിനകത്തൊരു പങ്കുമില്ല എന്നും മുരളീധരൻ കൈയൊഴിഞ്ഞു. മുതിർന്ന നേതാവ് PK കൃഷ്ണദാസ് പണ്ടേ കൈയൊഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് ഫലം PK കൃഷ്ണദാസ്, MT രമേശ്, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കളെല്ലാവരും K സുരേന്ദ്രനെ അടിക്കാനുള്ള വടിയായി ഉപയോഗിക്കാൻ ആരംഭിച്ചു എന്നുള്ളതാണ് BJPയിലെ ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ്. അതായത് പക്ഷേ അവർ വരുന്നൊരു ഇഷ്യൂ അപ്പോൾ പാലക്കാട് ഒരു ലോക്കൽ തെരഞ്ഞെടുപ്പാണ്. തീർച്ചയായിട്ടും സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അദ്ദേഹം പങ്കുവഹിച്ചിട്ടുണ്ടാവും. പക്ഷേ പാലക്കാട്ടെ തോൽവിയുടെ ഉത്തരവാദിത്തം സുരേന്ദ്രനിലേക്ക് ചെല്ലുന്നത് ഏതെല്ലാം കാരണം കൊണ്ടാവും? സുരേന്ദ്രനിലേക്ക് ചെല്ലുന്നത്, ഒന്ന്, ഈ നേതാക്കളെല്ലാം സുരേന്ദ്രനെ എങ്ങനെയെങ്കിലും ഒതുക്കണം, സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നൊരു അജണ്ടയുമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായിട്ട് സ്ഥാനമേറ്റ ദിവസം മുതൽ, അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹം വരും എന്ന് അറിഞ്ഞത് മുതൽ ഒരവസരത്തിന് കാത്തിരിക്കുന്ന, ഈ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലുകൾ പോലെയാണ് പല നേതാക്കളും. ഞാൻ ആരുടെയും പേരെടുത്തൊന്നും പറയുന്നില്ല. അവർക്ക് സുരേന്ദ്രനെ എങ്ങനെയെങ്കിലും മാറ്റണം. കിട്ടിയ അവസരം അവർ പ്രയോജനപ്പെടുത്തും. അത് 100% ഉറപ്പാണ്. മറ്റൊരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്. സംഘപരിവാർ, സാധാരണ BJPയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സംഘപരിവാറിലെ ആരും, സംഘപരിവാർ എന്ന് പറയുമ്പോൾ RSS മാത്രമല്ല, BMS ഉണ്ട്, ഹിന്ദു ഐക്യവേദിയുണ്ട്, വിശ്വ ഹിന്ദു പരിഷത്തുണ്ട്, സേവാഭാരതിയുണ്ട്, നിരവധി സംഘടനകളുണ്ട്. ഇവരുടെ എന്താ പറയുക, ഈ ട്രേഡ് യൂണിയൻ, ഈ BMSന് കീഴിൽ വരുന്ന ജീവനക്കാരുടെ, സർക്കാർ ജീവനക്കാരുടെ സംഘടന, NGO സംഘ് പോലെയുള്ളതുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള അധ്യാപക സംഘടന, ഇവരെല്ലാവരും ഈ പൊതുവെ BJP രാഷ്ട്രീയത്തിൽ ഈ രാഷ്ട്രീയമായ കാര്യങ്ങളൊക്കെ പറയും, മുഖ്യമന്ത്രിക്കെതിരെ പറയും, അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ പറയുമെങ്കിലും BJPയെ വിമർശിച്ചുകൊണ്ട് ഇവരാരും രംഗത്ത് വരാറില്ല. അങ്ങനെ ഒരു പോസ്റ്റ് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ BJPക്ക് ഉള്ളിൽ നിന്നും, BJPക്ക് പുറത്ത് സംഘപരിവാറിനുള്ളിൽ നിന്നും സുരേന്ദ്രനെതിരായ പോസ്റ്റുകൾ പല സ്ഥലത്തും തലപൊക്കി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. വളരെ വ്യക്തമായിട്ട് ഹിന്ദു ഐക്യവേദിയുടെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ഒക്കെ പല നേതാക്കളും പിന്നെ പറയാതെ പറയുന്നു, BJPയിൽ അഴിച്ചുപണി വേണം, നേതൃത്വം മാറണം എന്ന് പറഞ്ഞാൽ RSSും സുരേന്ദ്രനെ കൈവിട്ടിരിക്കുന്നു. ഇനിയുള്ള സാധ്യത എന്താണ് BJPയിൽ? ഞാൻ നേർക്കുനേരെ ചോദിക്കുകയാണ്. ഇപ്പോൾ മുരളി ഗ്രൂപ്പ്, മുരളീധരൻ ഗ്രൂപ്പിന് സമാന്തരമായി അത്ര തന്നെ ജനപിന്തുണയോടുകൂടി നിന്നിരുന്ന ഒരു സമാന്തര ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ. ആ ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ആരാണ് നയിക്കുന്നത്? ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൂടെ ഒരു കൂട്ടായ്മയാണ്. അത് അവർ വളരെ ബലഹീനരാണ്. അവർക്ക് അത്ര വലിയ ഒരു സംഭാവന നൽകാൻ അറിയപ്പെടുന്ന പേരുകൾ PK കൃഷ്ണദാസ്, MT രമേശ്, ശോഭാ സുരേന്ദ്രൻ അടങ്ങുന്ന ഒരു വലിയ CKP ഒക്കെ ഒതുങ്ങി. CKPക്ക് ഒന്നും ഇനി പ്രത്യേകിച്ച് ഒന്നും സംഭാവന ചെയ്യാനില്ല. രണ്ടു പക്ഷത്തും ഇല്ലാത്തൊരവസ്ഥയിലാണ്. അവരെല്ലാം ഏതാണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് അവരുടേതായ ചെറിയ ചില പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നു. BJPയുടെ പൊതുവായ ചില വേദികളിൽ അവർ പ്രത്യക്ഷപ്പെടുന്നു എന്നേ ഉള്ളൂ. കുമ്മനം രാജശേഖരൻ ഇപ്പോഴും തിരുവനന്തപുരത്ത് ഒരു അദ്ദേഹത്തിന്റെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ചും സുഗതകുമാരി ടീച്ചറുമായി ബന്ധപ്പെട്ട അവരുടെ ട്രസ്റ്റുമൊക്കെയായി ബന്ധപ്പെട്ട വർക്കുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അദ്ദേഹം ഫുൾ ടൈം എൻഗേജ്ഡാണ്. പക്ഷെ അദ്ദേഹം BJPയുടെ കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നുണ്ട്. പിന്നെ എന്താ പറയണ്ടേ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ നമ്മുടെ ഇവിടെ ഉണ്ടായ പ്രശ്നം, സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട പ്രശ്നം പോലും പരിഹരിക്കാൻ അദ്ദേഹവും ഒരു ശ്രമം നടത്തിയെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം പിന്നെ RSS പറയുന്നത് പോലെ ഒരു പ്രചാരകനായിരുന്ന ആളാണല്ലോ. ഈ മിസോറാം ഗവർണറായതുകൊണ്ടാണല്ലോ അദ്ദേഹം പ്രചാരകഷിപ്പിൽ നിന്ന് ഒഴിയേണ്ടി വന്നത്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം പണ്ടും ഇപ്പോഴും RSSന് വിധേയനായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഒരു പ്രചാരകന്റെ ജീവിതമാണ് ഇപ്പോഴും അദ്ദേഹത്തിന്. BJP ആയതുകൊണ്ട് അതിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷെ BJP ആയതുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സാധ്യത ഞാൻ ചോദിക്കട്ടെ. ഈ പോയ ഗവർണർമാരൊക്കെ പിന്നെ BJP ലീഡർഷിപ്പിലേക്ക് തിരിച്ചു വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ PS ശ്രീധരൻപിള്ള തിരിച്ചു വരാൻ വല്ല സാധ്യത കുറവാണ് മാഷേ. കാരണം ശ്രീധരൻപിള്ള സാറ് കുറച്ചുകൂടെ ഇപ്പോൾ ഗോവ ഗവർണറാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒരു ടേം കൂടെ കിട്ടിയേക്കും, കുറെ കൂടെ വലിയൊരു സംസ്ഥാനത്തിൻ്റെ. അദ്ദേഹം കേന്ദ്രത്തിൻ്റെ ഗുഡ് ബുക്കിലാണ്, അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയൊക്കെ ഗുഡ് ബുക്കിലാണ്. കാരണം ഗോവയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ ശാന്തമായിട്ട് പോകുന്നു. BJPക്ക് അവിടെ സ്വച്ഛം സുന്ദരം, അദ്ദേഹത്തിനും സുഖം, അദ്ദേഹത്തിനും സുഖം, നല്ല ഭരണം. രാഷ്ട്രീയ എതിരാളികൾ പോലും
അവിടെ ഗവർണർക്കെതിരെ ഒരു മാഷ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഗോവ ഗവർണർ അനഭിമതനാണെന്ന് പറഞ്ഞ് അവിടുത്തെ എതിർ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരോ അദ്ദേഹത്തിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു? ഏത് സമയത്തും കേട്ടേക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരാളാണ് ഞാൻ. ശ്രീധരൻപിള്ളയെ അറിയാവുന്നുണ്ട്. പക്ഷെ അത് അവിടെ സമർത്ഥമായി പിന്നെ പൂച്ചയാണ്, എങ്ങനെ വീണാലും 4 കാലം. ഒരു ചോദ്യം കൂടി, അദ്ദേഹത്തിന് അതിനുള്ള തന്ത്രങ്ങളാണ്. ഇപ്പോ സുരേന്ദ്രന്റെ പേരിൽ ഈ സാഹചര്യത്തിൽ ഒരു നടപടി വരുന്നു എന്ന് വിചാരിക്കാം. നടപടിയല്ല മാഷെ, ഒരു മാറ്റം അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാനും മാത്രമൊന്നുമില്ലല്ലോ. തോറ്റു എന്ന് പറഞ്ഞാൽ അങ്ങനെ നടപടി, കഴിവുകേടോ പിടിപ്പുകേടോ ഒക്കെ തെളിയിക്കപ്പെട്ടു, അതല്ലേ സംഭവിക്കാനുള്ളൂ. അല്ല, അദ്ദേഹത്തിന് വീഴ്ചകൾ സംഭവിച്ചു. ഈ സ്ഥാനാർത്ഥി നിർണയം തൊട്ട് വീഴ്ചകൾ സംഭവിച്ചു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഞാൻ എന്റെ അഭിപ്രായമല്ല പറയുന്നത്. സോഷ്യൽ മീഡിയയിലും മറ്റ് മാധ്യമങ്ങളിലും കാണുന്ന ആൾക്കാരുടെ പ്രതികരണങ്ങളിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. ന്യായമായൊരു സംശയം, ഈ കാലയളവിൽ വി മുരളീധരന്റെ കാൽപാദങ്ങൾ പിന്തുടർന്നുകൊണ്ട് ആ ഗ്രൂപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട വക്താവായി കെ സുരേന്ദ്രൻ വന്നെങ്കിലും അദ്ദേഹത്തിന്റെ കാലയളവിൽ ഒരു സുരേന്ദ്രൻ ഗ്രൂപ്പ് തന്നെ അദ്ദേഹം സമർത്ഥമായി ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ സുരേന്ദ്രനുമായി സഹകരിക്കുന്ന ഒരു കൂട്ടം നേതാക്കളെയും ഒക്കെ അദ്ദേഹം വാർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സുരേന്ദ്രനെ ഇപ്പോൾ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ അത് ആ ഗ്രൂപ്പിനെ വലിയ തോതിൽ പിണക്കില്ലേ? ഇല്ല, അങ്ങനൊരു ഇത് ഈ ബി ജെ പിക്ക് ഉള്ളിലെ ഗ്രൂപ്പിസം കോൺഗ്രസിലെ പോലെ അല്ല. ബി ജെ പിക്ക് ഉള്ളിൽ അവർ നേതാക്കൾ സ്വയം വളരാനും പടർന്ന് പന്തലിക്കാനും ഒക്കെ വേണ്ടി ചെയ്യുന്ന അങ്ങനത്തെ കൂട്ടായ്മകളാണ്. ഇവിടെ എല്ലാം അവർക്ക് അറിയാം. കാരണം ഓർഗനൈസിങ് സെക്രട്ടറി എപ്പോഴും RSSൻ്റെതാണ്. അതുകൊണ്ട് ആ ഓർഗനൈസിങ് സെക്രട്ടറിയെ മറികടന്ന് ഒരു പ്രവർത്തനവും പോകില്ല. കാരണം അദ്ദേഹം വടിയെടുക്കും. ഈ ഓർഗനൈസിങ് സെക്രട്ടറിക്ക് ഈ നേതാക്കളുടെ സംഘടനാപരമായ ചുമതലയാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇടപെടില്ല. ഇന്ന് വരെ BJPയുടെ ഒരു ഓർഗനൈസിങ് സെക്രട്ടറിയും രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങൾ ആരും കേട്ടിട്ടില്ല. പക്ഷെ അപ്പോഴും കടിഞ്ഞാണ് RSSന്റെ. കാരണം ഇവര് ഈ വഴി പിഴച്ചു പോകരുത് എന്നൊരു തീരുമാനം RSSനുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഓർഗനൈസിങ് സെക്രട്ടറി, പ്രത്യേകിച്ച് ഇപ്പോൾ അവസാനം ഇരുന്നയാൾ K. സുഭാഷ്, അദ്ദേഹം വളരെ മിടുക്കനായിരുന്നു. അതിൻ്റെ തെളിവാണ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. നമുക്കത് ആ വിഷയം നമുക്ക് വേറൊരു ചർച്ച ചെയ്യാം. ഇപ്പോൾ വളരെ കൃത്യമായിട്ട് K. സുരേന്ദ്രൻ ആയുധം നഷ്ടപ്പെട്ട് മുറിവേറ്റ് പത്മവ്യൂഹത്തിൽ അഭിമന്യു എങ്ങനെയാണോ മഹാരഥന്മാരുടെ നടുക്ക് മരണഭയത്തോടെ നിന്നത് അതുപോലൊരവസ്ഥയിലാണ്. അത് അദ്ദേഹത്തിൻ്റെ വിധി അല്ലെങ്കിൽ കർമ്മഫലം. പക്ഷേ ആരായിരിക്കും ഇനി ഒരു വരാനിടയുള്ളത്? പല പേരുകളുണ്ട്. ശോഭാ സുരേന്ദ്രൻ തൊട്ട് വളരെ ചെറുപ്പക്കാരായ ആൾക്കാർ വരെ, MT രമേശ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകളുണ്ട്. അത് പിന്നെ പാർട്ടി നേതൃത്വം, കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ എന്ത് തീരുമാനിക്കുമെന്ന് നമുക്ക് പറയാം. BJP കേന്ദ്ര നേതൃത്വത്തിനെ നമുക്ക് അവിടെ ഒരു അഴിച്ചുപണി വരികയാണ്. വലിയ ആശങ്കയോടെ കാണണം, അല്ലെങ്കിൽ അത്ഭുതത്തോടെ കാണണം. എപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവും. അതെ, ആര് വരും, ആരെ അവതരിപ്പിക്കും നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോഴുള്ള പേരുകൾ പോലും ആയിക്കൊള്ളണമെന്നില്ല. പകരം ഒരു ചെറുപ്പക്കാരൻ്റെ പേര് ഏതെങ്കിലും ഒരു പറഞ്ഞതുപോലെ ഈ സംഘപരിവാറിനുള്ളിൽ നിന്ന് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെങ്കിൽ അതായിരിക്കും നന്നാവും. അങ്ങനെയായിരിക്കും അത് ചെയ്യുക. കാലത്തിന് ചേർന്ന് അതിന് BJP കേന്ദ്ര നേതൃത്വത്തിന് അവരുടേതായ ഒരു സംവിധാനവും പദ്ധതിയുമുണ്ട്. അതനുസരിച്ചായിരിക്കും അത് സംഭവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വളരെ പെട്ടെന്ന് സുരേന്ദ്രനെ എടുത്ത് മാറ്റും എന്നല്ല, ഇപ്പോൾ കേന്ദ്രത്തിൽ മാറ്റം വരാൻ പോവുകയാണ്. ദേശീയ നേതൃത്വം മാറും ഇപ്പോൾ. കാരണം നഡ്ഡ മന്ത്രിയായല്ലോ, അദ്ദേഹത്തിന് ഇനി ഈ സ്ഥാനത്ത് തുടരാൻ പറ്റില്ല. അത് BJPയുടെ ഭരണഘടന അനുസരിച്ച് തന്നെ അങ്ങനെയാണ്. ഒരു പുതിയ കാലത്തിൻ്റെ ഒരു കായിക ഭാഷയിൽ പറഞ്ഞാൽ യാതൊരു തർക്കവുമില്ലാത്ത വിധം സുരേന്ദ്രൻ ഔട്ട്, ഹൂ വിൽ ബി ഇൻ? അതേ ഉള്ളൂ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. അതെ, ആരായിരിക്കും അടുത്ത BJP സംസ്ഥാന പ്രസിഡന്റ്? ചോദ്യം പ്രേക്ഷകർ കൂടി ആലോചനയ്ക്ക് കൈമാറുന്നു. നന്ദി.